ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഫ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ടൊരു 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ അല്ല 3 ടീസ്പൂൺ പഞ്ചസാര, പൊടിച്ചതൊന്നുമല്ല, പഞ്ചസാരയായിട്ട് തന്നെ ചേർക്കുന്ന 3 ടീസ്പൂൺ മതി. പിന്നെ ബട്ടർ ഒരു ഇത് കട്ടിയായിട്ടിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം കാണുമായിരിക്കും. 2 ടേബിൾ സ്പൂൺ കാണും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ ചേർത്തേക്കുന്ന ബട്ടർ ഉപ്പുള്ള ബട്ടർ ആയതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കുറച്ചിട്ടാൽ മതി. എനിക്കിവിടെ ഉപ്പുള്ള ബട്ടറേ കിട്ടത്തുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പില്ലാത്തതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കണം. ഈ ബട്ടർ ഇതിനകത്ത് നല്ല രീതിയിൽ മൊത്തം മാവിനകത്ത് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഈ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന പോലെ നമ്മളിത് മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കണം. ഈ ബട്ടറിന് ഉപ്പുള്ളത് കാരണമാണ് ഞാൻ കുറച്ച് ഉപ്പിട്ടത്. ഉപ്പില്ലാത്ത ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇതുപോലെ പുട്ടിനൊക്കെ മാവ് ഇങ്ങനെ നമ്മൾ നനച്ചെടുക്കത്തില്ല, അതുപോലെ ഈ ബട്ടർ ഈ മൈദയായിട്ട് നല്ല രീതിയിൽ മിക്സായി ചേരണം. ആ ബട്ടറെല്ലാം നല്ല രീതിയിൽ ഇതിനകത്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമൊന്നും വേണ്ട, നോർമൽ രീതിയിൽ തണുത്ത വെള്ളം മതി. അത് വെച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കുന്നതിനകത്തിരിക്കുക ഈ പപ്സിൻ്റെ ഷീറ്റിൻ്റെ ഗുണം. അതുപോലെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട്, ഇതിനകത്ത് പഞ്ചസാര തരിയല്ലേ, നമ്മൾ പൊടിച്ചതൊന്നും അല്ലല്ലോ ചേർത്തേക്കുന്നത്. ആ തരി മൊത്തം ഇതിനകത്ത് മിക്സായി നല്ല സോഫ്റ്റായി വരുന്നത് വരെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഇങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പം എന്താ ഈ ഒരു പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ പഞ്ചസാര തരികളൊക്കെ കുറച്ചൊക്കെ അതുപോലെ കിടപ്പുണ്ട്. അത് അലിയുന്നത് വരെ ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. നല്ല രീതിയിൽ കുഴച്ച് എടുക്കാം. നല്ല രീതിയിൽ പഞ്ചസാര എല്ലാം മിക്സായി നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കണം, റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. ഇത് അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിനകത്ത് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഈ മാവിനെടുത്ത് നമ്മൾ പരത്തി അതിനകത്ത് ബട്ടർ ഒരു 200 ഗ്രാം ബട്ടർ വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്ത് അതിനി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം തൽക്കാലം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ബട്ടറിനെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഉള്ളൊരു പ്ലാസ്റ്റിക് റാപ്പിനകത്തോട്ട് വെച്ച്, ഇത് 2 ബ്ലോക്കായിട്ടുള്ളതാണ്, 100 ഗ്രാമിൻ്റെ 2 എണ്ണം. അതിനെ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് കുറച്ച് ലൂസാക്കി ഇങ്ങനെ കൊടുക്കണം. ഇനി ഇതിനെ ചപ്പാത്തി പരത്തുന്ന ഇത് തടി വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കണം. ബട്ടർ ഇതുപോലെ നല്ല രീതിയിൽ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി പുറത്ത് അരമണിക്കൂർ മാവ് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നില്ലേ, അന്നേരം അത്രയും നേരം വെളിയിലിരുന്ന് കഴിഞ്ഞാൽ ഇത് തണുത്ത് ഇത് അലിഞ്ഞു പോവും. അത് കാരണം ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ആ മാവ് എടുത്ത് പരത്തി അതിനകത്ത് വെക്കുന്ന സമയമാകുമ്പം മാത്രം ഇത് പുറത്ത് എടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ടിട്ട് നല്ല രീതിയിൽ
പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുക. അന്നേരം കുറച്ച് മാവ് വിതറിയിട്ട് വേണം നമുക്ക് പരത്തി കൊടുക്കാൻ. ആദ്യം കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കേണ്ടുന്നത്. പിന്നെ ഇത് വെച്ച് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലോട്ട് ഈ നമ്മൾ പരത്തി എടുത്ത ബട്ടർ ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഇത്രയും വലുതാക്കി ചെയ്തില്ലെങ്കിൽ അത്രയും നല്ലത്. ഇത് കുറച്ച് പരത്തിയപ്പോൾ കുറച്ച് വലുതായിപ്പോയി. ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഇനി ഇതിനെ പിടിച്ച് ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ബട്ടർ ഒട്ടും വെളിയിൽ വരാൻ പാടില്ല. ഇതുപോലെ പിടിച്ച് എത്തിച്ച് മടക്കി കൊടുക്കണം. ഈ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വലിച്ച് ഇങ്ങനെ എത്തിക്കാൻ പറ്റും അങ്ങ് അറ്റത്തോട്ട്. ഇനി ഇതിനെ അകത്തിരിക്കുന്ന ആ ബട്ടർ ഇപ്പം പുറത്ത് വെച്ച് എടുത്തപ്പോഴത്തേക്ക് തന്നെ കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്. അത് കാരണം ഇപ്പം ഉടനെ പരത്താൻ പറ്റത്തില്ല. ഒരു 15 മിനിറ്റ് നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കണം. അതിന് ശേഷം 15 മിനിറ്റിന് ശേഷം എടുത്ത് ഇത് വീണ്ടും പരത്താം. നമ്മൾ നേരത്തെ എടുത്ത ആ പ്ലാസ്റ്റിക് റാപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ച് കൊടുക്കുക. എടുക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ചെടുക്കണം, അത് പൊട്ടിപ്പോകരുതേ. പ്ലാസ്റ്റിക് റാപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഇതുപോലെ പൊടി വിതറി കൊടുത്ത് പരത്തിയെടുക്കണം. അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതിന് പുറത്തോട്ടും കുറച്ച് മാവ് വിതറിയിട്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് ഈ അകത്തിരിക്കുന്ന ആ ബട്ടർ വെളി വരുന്ന രീതിയിലാക്കാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ പരത്തി ഫോൾഡ് ചെയ്ത് അങ്ങനെ അതൊരു 6 പ്രാവശ്യം ഇങ്ങനെ പരത്തി ഫോൾഡ് ചെയ്ത് അങ്ങനെ 6 പ്രാവശ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. 6 തവണ ചെയ്യണം. ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മൈദ വിതറി ഇനി 4 വശവും മടക്കേണ്ട കാര്യമില്ല. ഇനി 2 വശം ഇങ്ങനെ മടക്കി കൊടുക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെ പകുതി വരെ മടക്കി വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ പുറത്ത് കുറച്ച് പൊടി വിതറണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ആക്കി വീണ്ടും ഇതിൻ്റെ പുറത്ത് കുറച്ച് പൊടി വിതറി
അതിൻ്റെ പുറത്തോട്ട് പ്ലേറ്റിൻ്റെ പുറത്തോട്ട് വെച്ച് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ഇനി ലാസ്റ്റ് പരത്തലും കൂടി പരത്താം. 6ാമത്തെ മൊത്തം 6 പ്രാവശ്യം പരത്തിയെടുക്കണം. ഇനി പരത്തി ആവശ്യത്തിന് കട്ടി ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്ത് പപ്സിൻ്റെ ഷീറ്റിൻ്റെ പരുവത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത്ര ചെറിയ കനത്തിൽ, ഒരുപാട് അങ്ങ് കട്ടി വേണ്ട. ഒരുപാട് കട്ടിയായാൽ പിന്നെ ഒരുപാട് വലിയ പപ്സ് ആയിരിക്കും. എന്നിട്ടിത് നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ട ഇതേ കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഈ സൈഡ് കുറച്ച് കട്ടി കൂടുതൽ, അതുകൊണ്ട് ഇച്ചിരി വലിയ പീസായിരുന്നു. അതൊന്നും കൂടി പരത്തിയിട്ട് നമുക്ക് 2 പീസാക്കാം പിന്നെ പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഇത് ഓരോന്നും ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് റാപ്പിനകത്ത് ഇട്ട് വെച്ച് അതിൻ്റെ പുറത്ത് വേറൊരു പ്ലാസ്റ്റിക് വെച്ച്, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ ഏതായാലും വെച്ച് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പ്ലാസ്റ്റിക് വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ ചീത്തയാകാതെ ഇരിക്കും. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ കട്ടി. ഒരു 1/4 ഇഞ്ച് പരുവത്തിന് കട്ട് ചെയ്താൽ മതി. ആദ്യം ഇതൊക്കെ ഈ പപ്പ് ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാകത്തേ ഇല്ലായിരുന്നു. ഇതിപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ഏറ്റവും അവസാനത്തെ പീസിൻ്റെ പുറത്ത് ഇതുപോലെ ഇത് വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഈ പഫ് ഷീറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പറഞ്ഞ അളവിൽ ആ മൈദ എടുത്തേക്കുന്നത് 250 മില്ലിയുടെ കപ്പില അളവിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 8 പഫ്സ് ഉണ്ടാക്കാനുള്ള ഇത് കിട്ടും, പഫ് ഷീറ്റ് കിട്ടും. പിന്നെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ അവരുടെ അളവിനനുസരിച്ച് മുറിക്കുമ്പോൾ ചെറുതും വലുതും ഒക്കെ ആയി പോകത്തില്ലേ. ഞാനിപ്പോൾ ഇത്രയും വലിയ ഒരു പീസ് മുറിച്ച് അങ്ങനെ ഇത്രയും അളവിന് ഒരു 8 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് തന്നെ പഫ്സ് ഉണ്ടാക്കുന്നത് വേറൊരു ദിവസം നാളെ എങ്ങാനും ഇതിൻ്റെ വീഡിയോ എടുത്തിടാം. പഫ്സ് ഉണ്ടാക്കുന്ന മുട്ട പഫ്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നാളെ എടുത്തിടാം. എല്ലാവരും കാണണം, വീഡിയോ കാണണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.